പിണറായിയിൽ നിന്ന് കേരളത്തിന്റെ അമരത്തിലേക്ക് 81-കാരനായ പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതം സിനിമാ കഥയെ വെല്ലുന്നതാണ്. 1945 മെയ് 24 കണ്ണൂർ പിണറായിയിൽ ജനനം. സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് 25-ാം വയസ്സിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയി ചരിത്രം കുറിച്ചു. 1975 പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനം. 18 മാസം തുടർച്ചയായി ജയിലിൽ. ആ മർദ്ദനത്തിന്റെ പാടുകൾ ഇന്നും ശരീരത്തിൽ മായാതെ കിടപ്പുണ്ട്. പക്ഷേ പിണറായി തളർന്നില്ല. 1998 മുതൽ 2015 വരെ 17 വർഷം CPM സംസ്ഥാന സെക്രട്ടറിയായി. കേരളം കണ്ട ഏറ്റവും കരുത്തനായ പാർട്ടി സെക്രട്ടറി. കർക്കശക്കാരൻ എന്ന പേര് അന്നേ വീണിരുന്നു. നമ്മളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ കഠാര കരുതിയിട്ടുണ്ടെന്നും പിന്നിൽ നിന്ന് കുത്തി മലർത്താൻ പോവുകയാണെന്നും സാധാരണഗതിയിൽ ആരെങ്കിലും പ്രതീക്ഷിക്കും? പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷക്കാലം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ ക്ഷേമ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 15 വർഷം മുടങ്ങിക്കിടന്ന ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി. മംഗലാപുരം കൊച്ചി ഗ്യാസ് യാഥാർത്ഥ്യമാക്കിയും വിഴിഞ്ഞം കാസർഗോഡ് 800 kV പവർ ഹൈവേ നിർമ്മിച്ചും ഊർജ്ജ മേഖലയിൽ കുതിച്ചുചാട്ടം നടത്തി. ലൈഫ് മിഷനിലൂടെ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ 4.3 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയും ക്ഷേമ പെൻഷൻ 600 രൂപയിൽ നിന്ന് 1600 രൂപയായി ഉയർത്തി 60 ലക്ഷം പേർക്ക് ആശ്വാസം പകർന്നും ക്ഷേമരംഗത്ത് മുന്നേറി. ആർദ്രം മിഷനിലൂടെ സർക്കാർ ആശുപത്രികൾ ഹൈടെക് ആക്കിയപ്പോൾ കോവിഡ് കാലത്ത് 88 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. പൊതുവിദ്യാലയ സംരക്ഷണത്തിന്റെ ഭാഗമായി 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കിയതോടെ 1 ലക്ഷം കുട്ടികൾ എയ്ഡഡ് സ്കൂളിൽ നിന്ന് സർക്കാർ സ്കൂളുകളിലേക്ക് തിരികെ എത്തി. കെ-ഫോൺ വഴി 20 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് BPL വിഭാഗത്തിന് സൗജന്യ ഇന്റർനെറ്റ് ലഭ്യമാക്കി. സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ 4000-ലധികം സ്റ്റാർട്ടപ്പുകളുമായി ഇന്ത്യയിൽ നമ്പർ 1 സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം സൃഷ്ടിച്ചതിനൊപ്പം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സർവകലാശാലയും കേരളത്തിൽ സ്ഥാപിച്ചു. 2023 കമ്മീഷൻ ചെയ്ത വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്പന്റ് പോർട്ടായും ലോകത്തിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമായതും വൻകിട പദ്ധതികൾക്ക് നാഴികക്കല്ലായി. കണ്ണൂർ വിമാനത്താവളം 2018 തുറന്നപ്പോൾ 530 കിലോമീറ്റർ സെമി ഹൈസ്പീഡ് സിൽവർ ലൈൻ പദ്ധതി കേന്ദ്ര അനുമതി കാത്തിരിക്കുകയാണ്. 2018-19 പ്രളയങ്ങൾക്ക് ശേഷം റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വഴി 31,000 കോടിയുടെ പുനർനിർമ്മാണം നടത്തിയും കേരള മോഡൽ കോവിഡ് പ്രതിരോധത്തിലൂടെ ലോകശ്രദ്ധ നേടിയും നിപ്പ ഓക്കി ദുരന്തങ്ങൾ വിജയകരമായി കൈകാര്യം ചെയ്തും പ്രതിസന്ധികളെ അതിജീവിച്ചു. 1 വർഷം 1 ലക്ഷം സംരംഭം പദ്ധതിയിലൂടെ 3 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചു. സുഭിക്ഷ കേരളം വഴി തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കി. ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പാക്കിയും വനിതാ മതിൽ തീർത്തും ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്നും സാമൂഹ്യ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. കോവിഡ് കാലത്ത് പ്രവാസികൾക്ക് നോർക്ക വഴി 850 കോടിയുടെ സഹായവും എത്തിച്ചു. 2016 ആദ്യമായി മുഖ്യമന്ത്രി കസേരയിൽ. പ്രതിസന്ധികളിൽ കൂടെ നിന്ന ക്യാപ്റ്റൻ 2018-19 പ്രളയത്തിൽ കേരളം മുങ്ങിയപ്പോൾ മുന്നിൽ നിന്ന് നയിച്ചു. കോവിഡ് കാലത്ത് നമുക്ക് അതിജീവിക്കാം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും 6 മണിക്ക് മലയാളികളോട് സംസാരിച്ചു. കേരളത്തെ അറിയാം എന്ന് സ്വയം പറയുന്ന അണികൾ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന പിണറായി വിജയൻ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ഈ പേര് മായ്ക്കാൻ പറ്റാത്തതാണ്. ന്യൂസ് ഡെസ്ക് 1 ന്യൂസ്. 60 ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ. ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് 1 ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.